ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി ഹാപ്പി പ്ലേറ്റ്. അപ്പോൾ നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. തളമീൻ കറി. ഈ മീനിനെ നമ്മൾ തളമീൻ എന്നാണ് കേട്ടോ പറയുന്നത്. നിങ്ങളുടെ അവിടെ വേറെ ഏതെങ്കിലുമൊക്കെ പേരിലാണെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യും. അപ്പോൾ ഇന്ന് നമ്മൾ തേങ്ങ വറുത്തരച്ചാണ് തളമീൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. ഇത് നമുക്ക് അമ്മ പറഞ്ഞു തന്ന റെസിപ്പിയാണ്. നമ്മൾ ഇത് ഉണ്ടാക്കുന്നതിന് മുന്നേ അമ്മേനെ വിളിച്ച് ചോദിച്ചിരുന്നു, അമ്മ എങ്ങനെയാണ് തളമീൻ കറി ഉണ്ടാക്കേണ്ടതെന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു തേങ്ങ വറുത്തരച്ച് വെക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന്. അപ്പോൾ എന്തായാലും നമ്മൾ അത് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഞാൻ മുന്നത്തെ വീഡിയോസിൽ പറഞ്ഞിട്ടുള്ളതുപോലെ ഇവിടുത്തെ മെയിൻ ഷെഫ് എൻ്റെ ഭർത്താവാണ്. ഞാൻ അസിസ്റ്റൻറ്റ് ഷെഫാണ്, എല്ലാ കാര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ആൾ. അപ്പോൾ എന്തായാലും നമ്മൾ ആദ്യം മീനൊക്കെ നല്ലപോലെ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്കിവിടെ മീൻ കട്ട് ചെയ്തിട്ടാണ് കിട്ടുക, അപ്പോൾ നമ്മൾ കഴുകിയാൽ മാത്രം മതി. ഇനി നമുക്ക് വറുത്തരയ്ക്കാനുള്ള തേങ്ങയാണ് ഉണ്ടാക്കേണ്ടത്. അതിനായിട്ട് ആദ്യം തേങ്ങ ചിരകണം. തേങ്ങ ചിരകിയതിന് ശേഷം നമ്മളൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിച്ച് ഈ തേങ്ങയിട്ട് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നമുക്ക് സത്യം പറഞ്ഞാൽ തേങ്ങയുടെ നിറം ഒന്ന് മാറി ഒരു ഒരു ഗോൾഡൻ ബ്രൗൺ നിറമാവണം. ഈ തേങ്ങയിലേക്ക് നമ്മളൊരു 3-4 ചുവന്നുള്ളിയും ഒരു 2-3 അല്ലി വെളുത്തുള്ളിയും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ മസാലപ്പൊടികളും കൂടെ ചേർത്തിട്ടാണ് നമ്മളിത് അരച്ചെടുക്കുന്നത്. മസാലപ്പൊടികൾ അധികമൊന്നുമില്ല. പെരുംജീരകം, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഇത് മാത്രമാണ് നമുക്ക് ആവശ്യമുള്ളത്. പെരുംജീരകം പൊടി ഉണ്ടെങ്കിൽ അത്, ഇല്ലെങ്കിൽ മുഴുവനുള്ള പെരുംജീരകം ഉപയോഗിക്കാം. പിന്നെ മുളക് പൊടി ഞാൻ മുന്നെയൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് എരിവിന് ആവശ്യത്തിനാണ് വേണ്ടത്. പിന്നെ കളറ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കാശ്മീരി മുളക് പൊടിയും കൂടെ അതിൽ ചേർക്കുന്നുണ്ടാവും. പിന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് നമ്മൾ അതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. അതൊന്ന് തണുത്തിട്ട് മാത്രമാണ് നമുക്കത് അരച്ചെടുക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ആ ഒരു ഗ്യാപ്പിൽ നമുക്ക് ഈ മീൻ കറിയിലേക്ക് വേണ്ട തക്കാളിയും പച്ചമുളകും ഒക്കെ ഒന്ന് അരിഞ്ഞെടുക്കണം. പിന്നെ സത്യം പറഞ്ഞാൽ ഒരു പുതിയ കോണ്ടന്റ് ക്രിയേറ്റർ ആയതുകൊണ്ടായിരിക്കാം എന്താണ് പറയേണ്ടതെന്നതിനെ കുറിച്ച് വലിയ ഐഡിയ ഒന്നുമില്ല. അപ്പോൾ ഇങ്ങനെ കട്ട് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്ത് സംസാരിക്കുമെന്ന് ഞാൻ ഇപ്പോഴും തപ്പിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനത്തെ റെസിപ്പി വീഡിയോസ് ഇഷ്ടമാണോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ടൈപ്പ് ഓഫ് കണ്ടൻറ്റാണ് കാണാൻ ഇഷ്ടമുള്ളത് എന്നൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. നമുക്കതിനനുസരിച്ച് വീഡിയോസൊക്കെ ചെയ്യാൻ ശ്രമിക്കാം. അതുപോലെ നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൈൻഡ് ഓഫ് കോണ്ടൻറ്റ്സ് ഇഷ്ടമാണ്, അല്ലെങ്കിൽ കൂടുതൽ നമ്മുടെ കൂടെ കൂടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ഒന്ന് ലൈക്ക് ചെയ്ത് തരണം, ഒന്ന് ഷെയർ ചെയ്യണം. അപ്പോൾ നമുക്ക് ബാക്ക് ടു അവർ റെസിപ്പി. നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള തേങ്ങ തണുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളതൊന്ന് അരച്ചെടുക്കണം. ഒരു തുള്ളി വെള്ളം കൂടെ ചേർത്തിട്ടാണ് നമ്മൾ അരച്ചെടുക്കുന്നത്. ഇനി നമുക്ക് മീൻകറി ഉണ്ടാക്കുന്ന ഒരു പ്രക്രിയയിലേക്ക് കിടക്കാം. നമ്മൾ മൺചട്ടിയിലാണ് മീൻകറി ഉണ്ടാക്കുന്നത്. ചട്ടിയിൽ മീൻകറിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയാണ് എങ്ങനെ പോയാലും. അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റൗവൊക്കെ കത്തിച്ച് നമ്മുടെ മൺചട്ടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് നമ്മുടെ തക്കാളിയാണ് ആദ്യം ചേർക്കുന്നത്. തക്കാളിയും കറിവേപ്പിലയും ചേർത്ത് അതിലേക്ക് നമ്മൾ നേരത്തെ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള പുളി. പിന്നെ ഈ പുളിനെ കുറിച്ച് പറയുമ്പം ഇത് പല സ്ഥലങ്ങളിലുള്ള ആൾക്കാർ കാണും എന്നുള്ളതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ഈ നമ്മളിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് വാളം പുളിയാണ്. മലപ്പുറം അല്ലെങ്കിൽ മേ ബി മലബാർ സൈഡിലേക്ക് അങ്ങനെ ആയിരിക്കാം. എൻ്റെ ഭർത്താവിൻ്റെ വീട് മലപ്പുറത്താണ്. അപ്പം അവിടെ വാളം പുളിയാണ് മീൻകറിയിൽ ഒഴിക്കുന്നത്. ഞാനൊരു കോട്ടയംകാരിയാണ്. നമ്മുടെ അവിടെയൊക്കെ കുടംപുളിയാണ് മീൻകറിയിൽ ഒഴിക്കുന്നത്. അപ്പോൾ എന്തായാലും ഇവിടെ വാളംപുളി നേരത്തെ നമ്മൾ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുള്ള വാളംപുളി, അതിൻ്റെ ആ വെള്ളമാണ് ഇപ്പം ഒഴിച്ചത്. അതിനുശേഷം നമ്മൾ ഇപ്പോൾ അരച്ച് വെച്ചിട്ടുള്ള തേങ്ങ അരപ്പും കൂടെ അതിലേക്ക് ചേർത്തിട്ട് ഒന്ന് മൂടി വെച്ച് ഒന്ന് തിളച്ച് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മീൻ ഗ്രേവി തിളച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഇനിയാണ് നമ്മളിതിലേക്ക് നമ്മുടെ കഴുകി വെച്ചിട്ടുള്ള മീൻ ഇടാൻ പോകുന്നത്. എനിക്ക് സത്യം പറഞ്ഞാൽ നോൺ വെജ് കുക്ക് ചെയ്യാനുള്ള ഒരു ഫുൾ കോൺഫിഡൻസ് ഇപ്പോഴും ആയിട്ടില്ല. ഇപ്പോൾ ഈ വീഡിയോയ്ക്ക് ഞാൻ വോയിസ് ഓവർ കൊടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് എത്ര എളുപ്പമാണ് ഒരു മീൻകറി ഉണ്ടാക്കാൻ, എത്ര പെട്ടെന്ന് മീൻകറി ആയി എന്നുള്ളത്. അപ്പോൾ എന്തായാലും നമ്മുടെ മീനൊക്കെ അതിൽ നല്ല പോലെ ഇട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ മൂടി വെച്ച് വേവിക്കുക. മീനൊക്കെ നല്ല പോലെ വെന്ത് തിളച്ച് വന്ന് കഴിയുമ്പോൾ നമ്മൾ അതിലേക്ക് വറവിടുകയാണ്. നമ്മൾ ഈ കറിയിൽ ഇതുവരെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് വെളിച്ചെണ്ണയിലേക്ക് കുറച്ച് ചുവന്നുള്ളി ഇട്ട് അതൊന്ന് മൂപ്പിച്ച് നമ്മുടെ കറിയിലേക്ക് ചേർക്കുമ്പോൾ നമ്മുടെ കറി റെഡിയായി. അപ്പോൾ വീണ്ടും പുതിയ റെസിപ്പികളുമായിട്ട് നമ്മൾ വരും. അതുവരെ ബൈ.